ഇപ്പൊ വന്നിടത്തോളം സൂചന വെച്ചെന്താ? ഒന്നുമില്ല എന്നത്. ധനമന്ത്രി ഇടയ്ക്ക് ഇവിടെ വന്നു. പ്രധാനമന്ത്രി വിദേശയാത്രയിലാണ്. തിരിച്ചു വന്നാൽ ഞങ്ങൾ ആലോചിച്ച് അർഹമായ സഹായം നൽകും എന്ന് പറഞ്ഞു. സഹായമില്ല. പഴയതിൽ നിന്ന് വ്യത്യസ്തതയുണ്ടോ? ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം എത്രത്തോളം വിവേചനപൂർണമായതാണ് എന്താണ് നാം കാണേണ്ടത്. നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന് വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന ഒരു നാടാണ് കേരളം. അത് കേന്ദ്രം മറക്കരുത്. അതുമാത്രമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം നിലപാടുകളുടെ അടക്കം നാം നമ്മുടെ നാടിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ്, ആ ദുരന്തത്തിനിരയായ എല്ലാവരെയും നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കും. ദുരന്തമുഖത്തും ശത്രുത കാട്ടുന്നവരെ എന്ത് പേരിട്ട് വിളിക്കും? ദുരന്തത്തെ അതിജീവിച്ച പിഞ്ചു കുഞ്ഞിനൊപ്പം ഒരു ഉളുപ്പുമില്ലാതെ പുഞ്ചിരിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്ന കാപ്പട്യത്തെ എന്ത് പേരിട്ട് വിളിക്കും? വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 6 മാസമായിട്ടും ഒരു നയാ പൈസ നൽകാത്ത മോദി സർക്കാരിൻ്റെ നിലപാട് കണ്ണില്ലാത്ത ക്രൂരതയല്ലാതെ മറ്റെന്താണ്? കേരളത്തോട് കാണിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെന്ന് ബോധ്യപ്പെട്ട് നീതിപീഠം കേസെടുക്കുമ്പോൾ കോടതിക്ക് മുൻപിലും ഉരുണ്ടു കളിക്കുന്ന ഏർപ്പാടിന് മലയാള നിഘണ്ടുവിൽ പുതിയ പേര് ചേർക്കേണ്ടി വരും. കേരളത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർക്കുന്നതിന് കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാൻ സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് പോലും തോന്നാത്തത് എന്താണ്? കേന്ദ്രം ഒരു സഹായവും നൽകിയില്ലെങ്കിലും വയനാടിനെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ കേരളത്തിൻ്റെ പേര് കേൾക്കുമ്പോഴാകണം നമുക്ക് ഞരമ്പുകളിൽ ചോര തിളയ്ക്കേണ്ടത്. കേരളത്തിന് ആരുടെയും ഔദാര്യം വേണ്ട. അവകാശമുള്ളത് കിട്ടിയേ തീരൂ. കേരളം കൂടി ചേരുന്നതാണ് ഇന്ത്യ എന്ന് രാജ്യം ഭരിക്കുന്നവർ മറന്നു പോകരുത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് വയനാട് ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ജന്മഭൂമി പത്രാധിപർ P. ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ എന്നിവരാണ്. ഹൈക്കോടതിയിൽ ഇന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ച കൂടി സമയം വേണം എന്നുള്ളതാണ്. ഉന്നതതല യോഗം ഇതുവരെ ചേർന്നിട്ടില്ല. ജൂലൈ മാസം കഴിഞ്ഞു, 6 മാസം ആവുകയാണ് ചൂരൽമല മുണ്ടക്കയം ദുരന്തം വന്നതിന് ശേഷം. ഇവിടെ ഇപ്പോഴും കോടതിയിലടക്കം ഒളിച്ചുകളി തുടരുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു നയാ പൈസ നൽകാതെ കേന്ദ്രം മുന്നോട്ട് പോകുമ്പോൾ ചോദ്യം ചെയ്യാൻ കേരളത്തിന് അവകാശമുണ്ട്. ശ്രീ ഗഗാറിൻ, ഇന്നിപ്പോൾ താങ്കളുടെ പാർട്ടി അടക്കം ഈ മാസം 19-ാം തീയതി വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് വയനാട്ടുകാരൻ കൂടിയായ താങ്കൾക്കാണ്. എന്താണ്, കൂടുതൽ വളച്ചുകെട്ടലില്ലാതെ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഈ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കണ്ണിൽ ചോരയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞത്, കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് എന്താണ് ഇങ്ങനെ തുടരുന്നത്? എന്താണ് വയനാട്ടുകാർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ചൂരൽമലയിലെ ജനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടിനെ യഥാർത്ഥത്തിൽ ഈ വഞ്ചനയുടെയും ഉളുപ്പില്ലായ്മയുടെയും ക്രൂരതയുടെയും പര്യായമായിട്ട് BJP എന്നാണോ അതിൻ്റെ പേര് വിളിക്കേണ്ടത്, മോദി എന്നാണോ വിളിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ വയനാട്ടുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യാതൊരു തരത്തിലും ഒരു പൈസ പോലും നാളിതുവരെ തരാതെ, ഒരു ഉളുപ്പുമില്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട് മുഴുവൻ പോസ്റ്റ് എഴുതി ഒട്ടിച്ചിരിക്കുകയായിരുന്നു BJPക്കാർ. കേന്ദ്ര ഗവൺമെൻറ് 800 കോടി രൂപ തന്നു.
സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് തികച്ചും വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെ റൂൾസ്, ചട്ടങ്ങളൊന്നും അതിന് പറ്റിയതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇന്നലെ ഇപ്പോൾ പ്രഖ്യാപനവും നടത്തി. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചൂരൽമലയിലെ ഇന്ത്യയിലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും ദാരുണമായ, കാരണം ഇത്രയേറെ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടൊരു പ്രകൃതി ദുരന്തം അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അത്തരൊരു ദുരന്തത്തിൻ്റെ നേരിട്ട് വന്ന് കണ്ട ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ BJP-ക്കാരുടെ ഒരു നാണംകെട്ട ഏർപ്പാട് എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ വന്ന് ഒരു കുട്ടിയെ കളിപ്പിക്കുന്ന ചിത്രമെടുത്ത് അത് വീഡിയോ ആക്കി അതിനൊരു പാട്ടും കൊടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാൻ BJP-ക്കാർക്ക് ഒരു ഉളുപ്പുണ്ടായില്ല. അന്നിവിടെ വന്ന ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പണം ഒരു പ്രശ്നമാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതർത്ഥത്തിലാണ് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം പണമൊരു പ്രശ്നമാവില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നില്ലെങ്കിലും കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഈ പാവങ്ങളോട് പകയോടുകൂടി പെരുമാറിയാലും സംസ്ഥാന ഗവൺമെൻറ് അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൂടി കേട്ടപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും കേരളത്തിലെ ജനതയും ഈ BJP ഗവൺമെൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മനോഭാവത്തിലല്ല എന്ന തിരിച്ചറിവ് മോദിക്ക് പോലും ഉണ്ടെന്ന് തോന്നിപ്പോവാണ് മോദിയുടെ അന്നത്തെ ആ പ്രസ്താവനയിൽ. കാരണം ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത്, കേന്ദ്രം തന്നില്ലെങ്കിലും പുനരധിവാസ നടപടികൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ പരിഹരിക്കാൻ സംസ്ഥാനം ആവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വയനാട്ടിൽ തന്നെ വന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസം. അപ്പോൾ കേന്ദ്രം ഈ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഇന്ന് അതിൻ്റെ പ്രതിഷേധം വയനാട്ടിൽ LDF നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. അതുപോലെ തന്നെ 19-ാം തീയതി LDF ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ മനസാക്ഷിയില്ലാത്ത നടപടിക്കെതിരായി ജില്ലയിൽ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട് ജില്ലക്കകത്ത് തുടർച്ചയായ പ്രക്ഷോഭം. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിത് കാണുന്നുണ്ട്. അതിലേറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ UDF ഇതോടൊപ്പം തന്നെ നടത്തുന്ന ചില പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങളിൽ UDF സ്വീകരിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന ഈ ഇത്രയും മനുഷ്യത്വരഹിതമായ തെറ്റിനെ വളരെ കുറച്ച് കാണിച്ചുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ സംസ്ഥാന ഗവൺമെൻറ് ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ മറച്ചു പിടിച്ച് ദുരന്തബാധിതരുടെ പേരിൽ സംസ്ഥാനത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളും തുണിയും പണവും അതിനെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ദുരുപയോഗം ചെയ്ത് UDF സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഒരു നയാ പൈസ പോലും, ഇന്നിപ്പോൾ ഏതാണ്ട് 100-113 ദിവസമായി ദുരന്തം കഴിഞ്ഞിട്ട്, ഇത്ര ദിവസമായിട്ട് ഒന്നും ചെയ്യാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ UDF ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ് എന്നത്. UDF-ഉം ആഗ്രഹിക്കുന്നത് കേന്ദ്രം സംസ്ഥാനത്തേക്കൊന്നും തരാൻ വേണ്ടി പാടില്ല. അങ്ങനെ കേരളം ഗതികേടിലേക്ക് പോകണം. ഇവിടുത്തെ ഒറ്റ രാത്രി കൊണ്ട് ഉരുളെടുത്ത മനുഷ്യ ജീവനുകളുണ്ട്, അവരുടെ ബാക്കി വരുന്ന ബന്ധുക്കളുണ്ട്, സമീപത്ത് ജീവിച്ച മനുഷ്യരുണ്ട്. അവരുടെ ദുരിതം കൂടുതൽ ദുരിതപൂർണമായാലും ഈ സംസ്ഥാനം കഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്ന മോദിയുടെ BJP-യുടെ അതേ മനോഭാവമാണ് കേരളത്തിലെ UDF സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായൊരു ചിത്രം എന്നതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ശരി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതിന് താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇത് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. UDF-ൻ്റെ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ശ്രീകുമാർ, ഇവിടെ
ഗഗാറിൻ ചൂണ്ടിക്കാട്ടിയത് ഇത്രയ്ക്ക് വലിയൊരു ദുരന്തം നടന്നിട്ട് ഒരു നയാ പൈസ നൽകുന്നില്ല. കേരളം കണ്ടതാണ്. നരേന്ദ്രമോദി 3 മണിക്കൂറിലേറെ വയനാടിൻ്റെ ദുരന്ത വ്യാപ്തി നേരിട്ട് കണ്ടതാണ്. പിറ്റേന്ന് പത്രങ്ങളിലടക്കം ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ. ഉന്നതതല യോഗം വിളിച്ചിട്ട് പണം ഒരു പ്രശ്നമാകുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പണം പ്രശ്നമാണ്. ഒരു നയാ പൈസ തരാതെ ഫോട്ടോഷൂട്ട് നടത്തിപ്പോയൊരു മോദിയെയാണ്, ഒരു പ്രധാനമന്ത്രിയാണ് വയനാട്ടുകാർ കേരളം കണ്ടത്. എന്തിനാണ് കേരളത്തോട് ഇത്ര വൈരം? ഈ ദുരന്തമുഖത്താണോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വൈരം കാണിക്കേണ്ടത്? ശ്രീകുമാർ, അല്ല, ദുരന്തമുഖത്തല്ല ഇത്രയും രാഷ്ട്രീയ വൈര്യം കാണിക്കേണ്ടത്. ദുരന്തമുഖത്ത് ദുരന്തത്തെ നേരിടാനുള്ള നടപടികളാണ് വേണ്ടത്. ഇപ്പം മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടാൽ മോഡി പൈസയൊന്നും തരണ്ട, പിണറായി വിജയൻ്റെ ഇഷ്ടംപോലെ കാശുണ്ട്, അതങ്ങ് ചെയ്താൽ പോരെ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? അതല്ല രാഷ്ട്രീയം. ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ട്, പൈസ ഇല്ലായ്മ കൊണ്ട് ചെയ്യേണ്ടി വരില്ല എന്ന് കേരളത്തിനുള്ള പൈസ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടായിരിക്കും ഇത്ര അപകടം നടന്നിട്ട് ഇത്രയും നാളായിട്ടും ഒരു പ്രോജക്റ്റ് കൊടുക്കാനോ ഒന്നും അവർ തയ്യാറാകാത്തത്. ബാക്കി ബീഹാർ ആയാലും ആന്ധ്ര ആയാലും ഒക്കെ. അല്ല ശ്രീകുമാർ, താങ്കൾ പറഞ്ഞത് തെറ്റാണ്. പ്രൊജക്റ്റ് കൊടുക്കാതിരുന്നു. ഇന്നലെയാണ് നിത്യാനന്ദ റായ് കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസിന് കത്തയച്ച് പറയുന്നത് ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല. ആ റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലല്ലോ. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. പിന്നെ കേരളത്തിന് ബീഹാറുമടക്കം അല്ല, ഞാൻ പറഞ്ഞത് വിശദമായ പ്രോജക്റ്റുകൾ കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ കിട്ടി. ഈ പ്രോജക്റ്റുകൾ സമയത്ത് എവിടെയാണ് ബീഹാർ? എവിടെയാണ് പ്രോജക്ട് കൊടുത്തത്? ബീഹാർ കൊടുത്തു. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഒരു ചോദ്യം ചോദിക്കാതെ പണം കൊടുത്തതാണ് ശ്രീകുമാർ. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ ചോദിച്ചല്ലോ എന്തിനാണ് എന്നാൽ പിണറായിക്ക് അങ്ങ് ചെയ്തുകൂടെ? ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു കേന്ദ്ര സർക്കാർ? ഇതിനു മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതിന്റെ മറുപടിയാണ്. പൈസയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന പിണറായി പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ പോരെ? അതാണ് ചോദിച്ചത്. അങ്ങനെ അതാണ് അങ്ങനെ പറയുന്നതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ഇവിടെ നിൽക്കട്ടെ. കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന്, ബി.ജെ.പിക്ക് കേരളത്തോടുള്ള രാഷ്ട്രീയ ശത്രുത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് ഗഗാറിലേക്ക് പിന്നീട് പോകാം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 500 പേര് 400 പേർ മരിച്ചു. 100 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 500 പേർ മരിച്ചു. 1500 കോടിയുടെ നഷ്ടമുണ്ടായി. ഇത് ആരും പറയാതെ തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ടൊന്ന് പറയേണ്ടിയാണ് ഇരുന്നത്. ഇത്ര വലിയൊരു ദുരന്തത്തിൽ ഇതാ കേന്ദ്രം ഈ സഹായം നൽകുകയാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കോടതിയിലടക്കം തട്ടിക്കളിക്കുകയാണ്, ഉരുണ്ട് കളിക്കുകയാണ്. ഇത് കാണുന്നുണ്ട് ശ്രീകുമാർ. കേരളം പറയുന്ന കള്ളക്കണക്കുകളൊക്കെ കുറെ നാളുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഒരു കണക്കുമില്ല, ഒരു മാങ്ങാത്തോലും ഇല്ലാതെ കുറെ കാച്ചിങ് തരാൻ പറയുകയാണ്. അതാണല്ലോ പണ്ട് ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ ഇതേ അനുഭവമായിരുന്നു. 2000 കോടി 20,000 കോടി 35,000 കോടി പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെ കണക്ക് പഠിക്കുക. അതിനെ കള്ളക്കണക്ക് കാണിക്കാതെ നമുക്കറിയാമല്ലോ. ഈ കോടതിയിലൊക്കെ കുറെ കണക്ക് കാണിച്ചത് എസ്റ്റിമേറ്റ് ആണ്, അതാണ് ഇതാണ്. അങ്ങനെ കണക്ക് കൊണ്ട് ഇന്നാണെന്നും ആരും പൈസ തരില്ല സുഹൃത്തേ. പൈസ ആര് തന്നാലും അതിന് കണക്ക് വേണം, പദ്ധതി വേണം, പ്രോജക്റ്റ് വേണം, റിപ്പോർട്ട് വേണം. ഇതൊന്നുമില്ലാതെ കുറെ പൈസ തന്നേക്കാൻ പറഞ്ഞു. താങ്കൾ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. ശ്രീ ഗഗാറിൻ അദ്ദേഹം പറഞ്ഞത് ഒരു മാങ്ങാത്തൊലിയും ഇല്ലാതെ എന്തിനാണ് കേന്ദ്രത്തിന് മുന്നിലോട്ട് പോകുന്നത്? കണക്ക് വേണം, കണക്കുണ്ടെങ്കിലേ പൈസ തരൂ. അതാണോ? ഈ ഏതെങ്കിലും കണക്ക് കേരളം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ മാങ്ങാത്തൊലി പ്രയോഗം, ഒരു മാങ്ങാത്തൊലിയും കേരളം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അതെ, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ വന്ന് ഇരിക്കുന്നത് തന്നെ ഈ കേരളത്തിനൊന്നും കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുടെ കൂട്ടത്തിലുള്ളൊരു മനുഷ്യനെ ഞാൻ കാണുന്നുള്ളൂ. കാരണം ആന്ധ്രാപ്രദേശിൽ ഈ അടുത്ത കാലത്ത് പ്രളയം ഉണ്ടായിട്ട് പിറ്റേ ദിവസവും കേന്ദ്ര ഗവൺമെൻറ്, ആന്ധ്ര ഗവൺമെൻറ് പോലും ഒന്നും ആവശ്യപ്പെടുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുത്തു, അഡ്വാൻസ് ചെയ്ത് കൊടുത്തു. ഒരപകടമുണ്ടായാൽ, ഒരാൾക്ക് മുറിവേറ്റാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമല്ലോ ആദ്യം. ഇവിടെ പ്രധാനമന്ത്രി വന്ന് കണ്ടുപോയതല്ലേ? കണ്ടുപോയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സാമാന്യ മര്യാദക്ക് 1 കോടി രൂപ കൊടുത്തിട്ട് ബാക്കി പിന്നെ തരാം, ഞങ്ങളിതാ ആദ്യത്തെ ഗഡുവായി തരുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത മോദിയോടും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താതെ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, ഞങ്ങൾ പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി കേന്ദ്രം തന്നില്ല എന്ന് കൂട്ടിക്കോ. കേന്ദ്രം തന്നില്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണ്ടേ? അതിനിവിടെ ഖജനാവിൽ പണം കെട്ടിക്കിടന്നിട്ടാണോ? ഖജനാവിൽ പണം കെട്ടിക്കിടക്കുന്നില്ലെങ്കിലും പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലെ മുഖ്യ പരിഗണന നൽകി ചൂരൽമലയിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ മനുഷ്യത്വപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്.
അതിനിവിടെ പണം കെട്ടിക്കിടന്നിട്ടല്ല. മോദി തന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടുത്തെ മനുഷ്യരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? അത് ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ല അവിടെ പണം കെട്ടിക്കിടന്നിട്ടല്ല. 113 ദിവസമായി പണം തരാത്തതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത എസ്റ്റിമേറ്റിനെ വളച്ചൊടിച്ച് ന്യായം പറഞ്ഞ് അത് അവിടെ ഒരു ബോഡി മറവ് ചെയ്യാൻ 75,000 രൂപ ചെലവഴിച്ചു എന്ന് വ്യാജ പ്രചരണം നടത്തിയവരാണ് UDFും BJPയുടെ. അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടതല്ലേ? അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ്. അത് നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് ഒരു പണം ഏത് ദുരന്തത്തിനായാലും ഏതിനായാലും ഒരു പണം ആവശ്യപ്പെടുന്നതിന് അതിൽ പറയുന്ന നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നിനും എത്ര രൂപ എന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടതിനെ വക്രീകരിച്ചുകൊണ്ട് പ്രചരണം നടത്തിയവരാണ്. സംസ്ഥാന സർക്കാർ ഒന്നും പിന്നെ ആവശ്യപ്പെടുന്നില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാങ്ങാത്തൊലിയും ആവശ്യപ്പെടുന്നില്ല. മാങ്ങാത്തൊലി ആവശ്യപ്പെടാത്തതല്ല, ഒരു മാങ്ങാത്തൊലിയും കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് തരാത്തതാണ്. എത്ര ചോദിച്ചു. ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ 100 കണക്കിന് മനുഷ്യർ മരിച്ചു എന്നത് യാഥാർത്ഥ്യമല്ലേ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പണം തരാനുള്ള സാമാന്യ മര്യാദ കാണിക്കാതെ ഒരു സംസ്ഥാനത്തോട് രാഷ്ട്രീയമായ പകപോക്കലല്ലേ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്? അതിനോട് ഈ കേരളത്തിന് ജയിച്ചുപോയ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിയായ സംസ്ഥാനത്ത് ജയിച്ചുപോയ MP സുരേഷ് ഗോപി ഉൾപ്പെടെ കേരളത്തിലെ ബാക്കി വരുന്ന UDFൻ്റെ MPമാർ, ഇവിടുത്തെ MP രാജിവെച്ചു പോയി, അയാൾ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു ശബ്ദം ഈ മനുഷ്യരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ പകപോക്കലിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ കേരളത്തിലെ UDFൻ്റെ MPമാരോ BJPയുടെ MP സുരേഷ് ഗോപിയോ ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ? ദുഷ്ടബുദ്ധിയാണ്. ഒന്നും കിട്ടരുത്. കേരളം ശ്വാസം മുട്ടണം. ശരി, ശ്രീ ഗഗാർ, കേരളം ശ്വാസം മുട്ടണം. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ഈ ശ്രീ വസന്ത് സിറിയക്ക് ഇവിടെ പി ഗഗാരൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ താങ്കളുടെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തായാലും താങ്കളുടെ പാർട്ടി നേതാക്കൾ KC വേണുഗോപാലായാലും VD സതീശനായാലും ഇന്ന് പറഞ്ഞു, ഏതായാലും K സുരേന്ദ്രൻ്റെ വീട്ടിൽ നിന്നെടുത്ത് കൊണ്ടുവരേണ്ട തുകയല്ല കേരളത്തിന് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിങ്ങളടക്കം നടത്തിയ കോലാഹലം ഓർമ്മയുണ്ട്. കൊടുത്ത എസ്റ്റിമേറ്റിനെ വലിയ തരത്തിൽ ചെലവായി വ്യാഖ്യാനിച്ചുകൊണ്ട് തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയത്. ഇവിടെ വരെ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു, കേരള സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളുടെ ചർച്ചകൾക്കൊപ്പം നിങ്ങളുടെ പാർട്ടി നേതാക്കളും നിങ്ങളുടെ പാർട്ടിയിൽ നിന്നു. അങ്ങനെ വിഷയത്തെ വ്യതിചലിപ്പിക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഒരു പാപഭാരം നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ ഇന്ന് സമ്മതിക്കുന്നു, ശരിയാണ്, BJP എടുക്കുന്ന, മോദി സർക്കാർ എടുക്കുന്ന നിലപാട് ശരിയല്ല. പക്ഷേ നിങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നു ഈ വിഷയത്തിൽ. ശ്രീ സിജു, ശ്രീ ഗഗാറിനടക്കം തെറ്റിദ്ധരിപ്പിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് BJPക്കെതിരെ സംസാരിക്കുന്നതിൻ്റെ കൂടെ എന്നാൽ പോകുന്ന വഴിക്ക് UDFനെ കൂടി ഒന്ന് തല്ലിയേക്കാം എന്നുള്ള നിലപാടാണെങ്കിൽ ഈ നിലപാട് സംയുക്ത സമരമടക്കം മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ അത് പ്രയോജനപ്പെടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. ശ്രീ ഗഗാറിൻ, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യമായും അവസാനമായും വയനാട് ദുരന്തം സൂചിപ്പിച്ച വ്യക്തിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അദ്ദേഹം വയനാട്ടിലെ MP ആയിരുന്നു. അങ്ങ് മറന്നു പോകേണ്ടതില്ല. അതിനുശേഷം നിങ്ങൾ ജയിപ്പിച്ചു വിട്ടവർ, നിങ്ങൾ നോമിനേറ്റ് ചെയ്ത ബ്രിട്ടാഷ് അടക്കമുള്ളവർ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിട്ടും LDFൻ്റെ ഒരു MP പോലും അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അതിനെ വിമർശിക്കാനോ LDFൻ്റെ നിലയെ പറയാനോ അല്ല ഇന്നത്തെ ചർച്ചയെ കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. രണ്ടാമത് ഒരു കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കൂ. കേരള നിയമസഭയിൽ കേന്ദ്രത്തിൻ്റെ വയനാടിനെതിരായിട്ടുള്ള വിവേചനപരമായ നടപടിക്കെതിരായി പ്രമേയം കൊണ്ടുവന്ന പാർട്ടിയുടെ പേര് UDF എന്നാണ്. അത് കൊണ്ടുവന്നത് പ്രതിപക്ഷം തന്നെയാണ്. അതങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇനി മറ്റൊരു കാര്യം BJPയെ പറ്റിയാണ്. അവർ പറയുന്നു, നോക്കൂ, ഇവിടെ DPR കിട്ടിയിട്ടില്ല, വിശദമായ പ്രൊജക്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വയനാടിനെ സഹായിക്കാത്തതെന്ന് പറഞ്ഞാൽ ആന്ധ്രയെ നിങ്ങൾ സഹായിച്ചത് എങ്ങനെയാണ്? മറ്റ് സംസ്ഥാനങ്ങളെ മുഴുവൻ വയനാടിന് ശേഷം ദുരന്തമെന്ന് വയനാടിനെ വെച്ച് തുലനം ചെയ്യുമ്പോൾ പറയാൻ തക്കവണ്ണം ഇല്ലാത്ത സ്ഥലങ്ങളെ മുഴുവൻ നിങ്ങൾ പ്രാഥമികമായ സഹായ ഫണ്ട് അനുവദിച്ചു കൊടുത്തത് എങ്ങനെയാണ്? നിങ്ങളുടെ നരേന്ദ്രമോദി ഉണ്ടല്ലോ, അദ്ദേഹം ഇവിടെ വന്ന് ഷോ നടത്തിപ്പോയില്ലേ, നിങ്ങളുടെ ഷോമാൻ. ആ ഷോമാൻ ഇവിടെ നിന്ന് ഷോ നടത്തിപ്പോയ ശേഷം അദ്ദേഹം X ആപ്പിൽ എന്താ രേഖപ്പെടുത്തിയത്? എനിക്ക് ഞടുക്കമുണ്ടാവുന്ന രീതിയിലൊരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് എന്നല്ലേ? ആ ഞടുക്കത്തെ പറ്റി കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ലേ? നാവ് പൊന്തുന്നില്ലേ?
അതോ ആ ഞടുക്കം ഇതാ വയനാട്ടിൽ നിന്ന് ഡൽഹി വരെ എത്തുന്ന 3 മണിക്കൂർ നേരം കൊണ്ട് ആ ഞടുക്കം അങ്ങ് വിട്ടുമാറിയോ അദ്ദേഹത്തെ? നാണമാകുന്നില്ലേ ബി ജെ പിക്ക്? നാണമാകുന്നില്ലേ? ബി ജെ പി എന്ന് വെച്ചാൽ വല്ലാത്ത ജാതി പാർട്ടി തന്നെ, ഒരുമാതിരി നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് വയനാട്ടിൽ എന്താണ് ഈ കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്തത്. ഈ തവണ 3 സീറ്റിലും ആ അവസ്ഥയിലേക്ക് പോകും. കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ആകപ്പാടെ കാത്ത് നോറ്റ് നിങ്ങൾ കാണിച്ചു കൂട്ടാവുന്ന കൊള്ളരുതാകെ എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് കിട്ടിയത് ഒരു എം പി. അതിൻ്റെ പ്രശ്നം, അതിൻ്റെ രാഷ്ട്രീയ വൈര്യം നിങ്ങൾക്ക് കേരളത്തോടുണ്ട്. നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ തോറ്റു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന 2 സീറ്റുകൾ, ഒന്ന് മുരളീധരൻ, അയാൾ തോറ്റു. നിങ്ങൾ കെട്ടിയിറക്കിയ അനിൽ ആന്റണി തോറ്റു. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചിട്ടയായ മറുപടി കേരളത്തിൻ്റെ മതേതര വോട്ടർമാർ, മതേതര മനസ്സ് തന്നപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത എന്താണ് ഈ പറയുന്നത്, കേരളത്തോടൊരു ബഹളി മൂത്തിട്ട് നിങ്ങൾ അതുകൊണ്ട് കേരളത്തോടൊരു രാഷ്ട്രീയ വൈര്യവുമായി ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ മുമ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ കോൺഗ്രസും ഇവിടെ ഉണ്ടായിരിക്കും, കോൺഗ്രസ് ഉണ്ടായിരിക്കും എന്നതിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. വസന്തിലേക്കും തിരികെ വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സജീവൻ കൂടി നമുക്ക് ചേരുകയാണ്. സജീവൻ, താങ്കൾ കേട്ടിട്ടുണ്ടാകണം, ഈ 3 പേരുടെയും വാദമുഖങ്ങൾ താങ്കൾ കേട്ടു. പക്ഷേ ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇന്നലെ കെ വി തോമസിന് അയച്ച ഒരു കത്തിൽ നിന്നാണ്. നിത്യാനന്ദ റായ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അയച്ച കത്താണ്. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു തീവ്രത ഈ വയനാട് ദുരന്തത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ BJP നേതാക്കളുടെ അടക്കം വാദം ഈ മാനദണ്ഡങ്ങൾ കൃത്യമായിരുന്നില്ല. നേരത്തെ പി ശ്രീകുമാർ തന്നെ പറഞ്ഞാണ് കൃത്യമായല്ല വിവരങ്ങൾ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായല്ല ഈ രേഖകൾ, മെമ്മോറാണ്ടങ്ങൾ കൊടുത്തതല്ലെങ്കിൽ എന്തിനാണ് നിത്യാനന്ദ റായ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത്? നിങ്ങൾ പറയുന്നതിൽ ആ മാനദണ്ഡങ്ങളിൽ പെടുന്നതല്ല, ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല. ഇത് നമ്മൾ ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഇന്നലെയാണ് നിത്യാനന്ദ റായ് ഈ മറുപടി കൊടുക്കുന്നത്, അതായത് വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന്. ഈ 10-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട മറുപടി, ഓഗസ്റ്റ് മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം കെ വി തോമസ് അവിടെ ചോദിക്കുകയും ചെയ്തത്. ഇവിടെ മറുപടി കൊടുത്തിരിക്കുന്നത് ഇന്നലെയാണ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കാര്യങ്ങൾ വളരെ വ്യക്തമാകണം. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ ശ്രീ സജീവൻ. ഇല്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ലെങ്കിലും കേരളത്തെ സഹായിക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. സഹായിക്കണമെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ തന്നെ സഹായിക്കാം. അതാണ് ഇവിടെ ഗഗാരൻ ഉൾപ്പെടെ വസന്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. ആന്ധ്രയ്ക്ക് നൽകിയുള്ള സഹായം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടല്ല. സംഭവം ഉണ്ടായി പിറ്റേ ദിവസം തന്നെ കേന്ദ്രം വാരിക്കോരി സഹായിച്ചു. അതിന് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ശരിയാണ്, കേന്ദ്രമന്ത്രി പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമുണ്ട്. 2005 ദേശീയ ദുരന്ത ആക്ട് അനുസരിച്ച്, നാഷണൽ കലാമിറ്റീസ് ആക്ട് അനുസരിച്ചിട്ട് ദേശീയ ദുരന്തമായിട്ട് നാച്ചുറൽ കലാമിറ്റിയെ പ്രഖ്യാപിക്കാൻ കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് എളുപ്പമല്ല. പക്ഷേ അത് എന്ന് വെച്ച് ഒരു തരത്തിലും സഹായിക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇപ്പോ അതാണ് ഏറ്റവും വലിയ തമാശ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ക്രൂരത എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അത് എടുത്ത് ചെലവഴിച്ചോളൂ. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പണം ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വം, പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. അത് വളരെ കടുത്ത ക്രൂരതയായിപ്പോയി. നമ്മൾ ഈ തർക്കിക്കൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജൂലൈ 30 ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസത്തിനിടയിൽ ഇവിടേക്ക് വയനാട്ടിൽ എത്തിയിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യത്തെ കാര്യം, അതും പലരും സൂചിപ്പിച്ചു, ഏറ്റവും ഭീകരമായ ഒരു ദുരന്തമാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇവിടെയുള്ള ആളുകൾക്ക്, ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക്, അതിന്റെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാനോ അവരെ പുനരധിവസിപ്പിക്കാനോ ഒരു തരത്തിലും പണം പ്രശ്നമാകില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ അടുത്തുണ്ട്, അവർ ചെലവഴിക്കൊള്ളും എന്നല്ലല്ലോ അർത്ഥം. ഞങ്ങൾ തരും എന്ന് തന്നെയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഓഗസ്റ്റ് 10 കഴിഞ്ഞിട്ട് ഇപ്പോഴേ ദിവസം എത്ര എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും കാലമായിട്ടും ഇപ്പോഴും പറയുന്നത് സംസ്ഥാനത്തിന്റെ കയ്യിൽ ഉള്ള കാശെടുത്തിട്ട് ദുരന്ത നിവാരണത്തിന് സാധാരണ രീതിയിലുള്ള ഫണ്ട്, ആ സാധാരണ ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിക്കട്ടെ എന്നാണ്. അത്
വയനാട്ടില് ഈ ദുരന്തം ഇത്രയും ഭീകരമായ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ കേന്ദ്രം കൊടുക്കേണ്ട ഫണ്ടാണത്. ആ ഫണ്ട് ഇതിന് ചെലവഴിച്ചോട്ടെ എന്നല്ല. മാത്രമല്ല ഈ പ്രൊജക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നഷ്ടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞ 1500 കോടിയാണ്. 1500 കോടി ആവശ്യപ്പെട്ടിട്ട് ഇതാ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച് 238 കോടി അതൊക്കെ ചെലവഴിച്ച് വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വേണ്ടതിലേറെ പണം ഉണ്ടെന്ന് പറയുമ്പോണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയുള്ള ജനങ്ങളുടെ നേരെ നോക്കി കൊഞ്ഞനം കുത്തലാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. ഇത് ഈ ചർച്ച കേട്ടിട്ടായിരിക്കണം എന്നില്ല, മറ്റെന്തോ കാര്യത്തിനായിരിക്കും. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ ഈ അനുഭവം പറഞ്ഞപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് കരയാനും ചിരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു തീർത്തും നിർവികാരമായിട്ടാണ് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 23 ബന്ധുക്കൾ ഈ ദുരന്തത്തിൽ ഇല്ലാതായി. ഇദ്ദേഹത്തിന്റെ 2-3 ഏക്കറിൽ വരുന്ന ഏലത്തോട്ടം, ഏലം ഏതാണ്ട് വിളഞ്ഞു നിൽക്കുന്ന ഏലം, അത് പൂർണ്ണമായിട്ടും പോയി. അദ്ദേഹത്തിന്റെ വീട് പോയി. ആകെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ മാതാവിനെ കോഴിക്കോട്ടേക്ക്, അദ്ദേഹം താമസിക്കുന്ന കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് മാതാവ് നഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ വ്യക്തി പറഞ്ഞത്, ഇനി എല്ലാം 0-ൽ നിന്ന് തുടങ്ങണം സാർ എന്നാണ്. അങ്ങനെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പറയുമ്പോഴും എന്താണ് പറയുന്നത്, ചിരിക്കണമോ കരയണമോ സങ്കടപ്പെടണമോ എന്നുള്ള ഒന്നും മനസ്സിലാവാത്ത രൂപത്തിൽ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരാളുടെ അല്ല, എത്ര ആളുകൾ, 400-ലേറെ ആളുകൾ മരിച്ചതായിട്ട് കണക്ക്, 108 പേരെ മറ്റേ കാണുന്നില്ല എന്നുള്ള കണക്ക്. ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പോഴും ഭീകരമായ രൂപത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, വീട് ഒന്നുമില്ലാതായി കഴിഞ്ഞ എത്രയോ ആളുകൾ. ഇവരെയൊക്കെ ഈ 238 കോടി കൊണ്ട് പൊതിയണം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് കേന്ദ്രമന്ത്രിമാര് 2 പേര്, കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ തമ്പടിച്ചിട്ട് നോക്കിയതാണല്ലോ അവിടുത്തെ കാര്യങ്ങൾ. എന്നിട്ടും കേന്ദ്രത്തിന്റെ ഫണ്ട് എടുത്ത് ചെലവഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ദുരന്ത നിവാരണ സേന എവിടേക്ക് അയച്ചിട്ടുണ്ട്, പട്ടാളം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെന്ന് സ്ഥാപിക്കുകയാണ് വേണ്ടത്. നമ്മൾ നോക്കേണ്ട, നിങ്ങൾ സംസ്ഥാന സർക്കാരിനെയോ LDFനെയോ UDFനെയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ജനങ്ങള്, ഇത്രയും ആളുകൾ, 10,000-ഓളം ആളുകൾ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഇതുണ്ട്. 1000-ഓളം ആളുകൾ പോലും അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ട് പോലും അവരുടെ കാര്യത്തിൽ ഓരോരുത്തരുടെയും നഷ്ടം എന്ന് പറയും, നമ്മൾ നഷ്ടക്കണക്ക് കൊടുക്കാൻ പറഞ്ഞ് ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് പോലും അതിന്റെ നഷ്ടം എത്രയാണ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നിട്ടല്ലേ നഷ്ടക്കണക്ക് കൊടുക്കേണ്ടത്. ഏതാണ്ടൊരു കണക്ക് വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ആളുകളെ മുഴുവൻ പുനരധിവസിച്ച് മാറ്റി പാർപ്പിക്കണമെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സ്ഥലത്തൊന്നും പറ്റില്ല, കുറെ കൂടി മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അതിന് വരുന്ന ചെലവ് വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ തർക്കിക്കുന്ന, എനിക്ക് സങ്കടം തോന്നുന്നൊരു കാര്യം, ഈ ചർച്ചയുടെ ഇത്രയും ഭാഗം ഞാൻ സംസാരിക്കുന്ന തൊട്ടു മുമ്പുള്ള ഘട്ടം വരെ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നിയത്. നമ്മൾ ഇപ്പോഴും ഇതൊക്കെ വെച്ച് നിങ്ങൾ കൊടുത്തോ ഞങ്ങൾ കൊടുത്തോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം, അത് വോട്ടാക്കി മാറ്റലോ അല്ലാതെയൊക്കെ ആവാം. പക്ഷെ ന്യായീകരിക്കുമ്പോഴൊക്കെ ഇത് കുറെ ആളുകളുടെ കണ്ണീർ പോലും പറ്റിപ്പോയൊരവസ്ഥയിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. ശരി, ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞത് അതേ വൈകാരികത കൂടി കേരളത്തിലുള്ളവർക്ക്, ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സങ്കടകരമായ സാഹചര്യം. ഒരു താങ്കളുടെ സുഹൃത്തിൻ്റെ അവസ്ഥ പറഞ്ഞ് 23 ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം 23 പേരാണ് മരിച്ചത്. ഏലത്തോട്ടം അടക്കം നശിച്ചുപോയി. നഷ്ടം എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത വലിയൊരു ജനവിഭാഗം. ആ സങ്കടത്തെ ചിരിയോടുകൂടി കാണാൻ കഴിയുന്ന ഒരു വിഭാഗം ഇവിടുത്തെ BJPക്കാർ മാത്രമാണ്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് ആ മാങ്ങാത്തൊരു പ്രയോഗം അടക്കം വരികയും ചെയ്തത്. ശ്രീകുമാർ, താങ്കളുടെ നേതാക്കളും താങ്കളുടെ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SDRFൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. 392 കോടി രൂപ കേരളത്തിൽ 2024 ഏപ്രിൽ തൊട്ട് കേരളത്തിൻ്റെ പക്കൽ ഉണ്ട്. SDRF ആണ് ഫണ്ട്, ശരിയാണ്. 1500 കോടി രൂപയുടെ നഷ്ടമാണ്. 1500 കോടി രൂപ വേണം ഇനി വയനാടിൻ്റെ ദുരന്തം പരിഹരിക്കാൻ. ബാക്കി പൈസ എവിടെ നിന്ന് തരും? ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 392 കോടിയുടെ കണക്ക് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ 392 കോടി മതിയോ ഈ വയനാടിനെ പുനർനിർമ്മിക്കാൻ? അവിടുത്തെ ജനങ്ങളുടെ ഈ ദുരിതത്തെ പരിഹരിക്കാൻ ആ പൈസ മതിയോ? ബാക്കി പൈസക്ക് എന്ത് ചെയ്യും കേരളം? പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങണോ കേരളം?
അല്ല 392 കോടി രൂപ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അപ്പം നിങ്ങൾ നേരത്തെ ഒരു നയാ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞത് തെറ്റായിരിക്കും. യെസ്, അതാണ് താങ്കൾ പറഞ്ഞിലക്കാൻ വരികയാണ്. അല്ലല്ല, പറയാം. അതായത് 392 കോടി രൂപ ഇത് നമ്മൾ നിങ്ങൾ വളരെ മാന്യമായിട്ട് എന്നോട് ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം താങ്കൾക്ക് സംസാരിച്ചു. ആവശ്യത്തിനുള്ള സമയം തരുന്നുണ്ട്. 392 കോടി എന്ന് പറഞ്ഞ SDRF ഫണ്ടിൽ ഞാൻ പറയുന്ന കേട്ട സുഹൃത്തെ, ഞാൻ അതോട് പറയാം. താങ്കൾ പറയൂ. പിന്നെ എന്ത് ബാക്കിയുള്ളവർ സംസാരിക്കാൻ ചാടി ചാടി കടിക്കാമെന്ന് താങ്കൾ പറയൂ. ഞാൻ പറഞ്ഞത് ഇപ്പൊ സജീവനൊക്കെ പറഞ്ഞതുപോലെയാണെങ്കിൽ 392 360 കോടി രൂപ മാത്രം നിന്നുള്ളൂ. ബാക്കി എവിടുന്ന് കിട്ടും ഇതുവരെ കണക്ക് പോലും നോക്കിയിട്ടില്ല. എത്ര ദുരിതം ഉണ്ടെന്നൊക്കെ അറിഞ്ഞുകൂടാ. ഇത് ആർക്കാണ്? അവിടെ മരിച്ചവർ BJP-ക്കാരും ഉണ്ട് സുഹൃത്തേ. അവിടെ മരിച്ചതിൽ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഉണ്ട്. BJP-ക്കാരും BMS-കാരും ഒക്കെ ധാരാളം മരിച്ചിട്ടുണ്ട്. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ലെന്നാണ്. അതായത് പൈസ എന്തൊക്കെ വേണോ അതിന് പൈസ തരാമെന്ന് തന്നെയാണ് പറയുന്നത്. പൈസ തരാമെന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ്റെയോ നരേന്ദ്രമോദിയുടെയോ കയ്യിൽ നിന്ന് എടുത്തു തരുന്ന പൈസയല്ല, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പൈസയാണ്. അത് കിട്ടണമെങ്കിൽ അതിൻ്റേതായ രീതികളുണ്ട്. ഇപ്പം ഇവരൊക്കെ ഈ സജീവനൊക്കെ ഇത്രയും വലിയ മാധ്യമപ്രവർത്തനമായിട്ട് പറയുന്നത് എന്താ? 2015 നിയമമൊന്ന്. 2015 അല്ല സുഹൃത്തെ. 2015 എന്ന് പറയുമ്പോൾ മോഡി വന്നതിന് ശേഷമാണ്. 2013 നമ്മുടെ സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രത്യേകിച്ച് സഭയിൽ പരസ്യമായിട്ട് പറഞ്ഞതാണ്, ഇത്തരം ദുരന്തങ്ങളെയൊന്നും ഒരു കാരണവശാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിലവിലുള്ള ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. ആ ചട്ടം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് തന്നെ KV തോമസിനോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നതേ കാര്യമില്ല. അവിടെ ദേശീയ ദുരന്തമോ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്തമോ ഉള്ളതല്ല പ്രശ്നം. ഇവിടെ നമുക്ക് പൈസ കിട്ടുമോ, എത്ര പൈസ കിട്ടണം, അത് കേന്ദ്രം തരുന്നുണ്ടോ, അത് കേന്ദ്രത്തിൽ നിന്ന് മാക്സിമം മേടിക്കാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മരിച്ചതിൽ BJP-ക്കാരുണ്ട്. ഇവിടെ എന്തോ ജനങ്ങളോട് BJP-ക്കാരും മരിച്ചിട്ടുണ്ട് ധാരാളം, നമുക്കറിയാമല്ലോ. മരിച്ചവരിന്റെ അകത്ത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി കമ്മ്യൂണിസ്റ്റ്. നിങ്ങൾക്ക് ഈ മാനദണ്ഡം ബീഹാറിൽ തോന്നിയില്ലല്ലോ, ആന്ധ്രാപ്രദേശിൽ തോന്നിയില്ലല്ലോ, അതുകൊണ്ട് BJP ഇവിടെ പാഠം പഠിക്കും എന്നൊക്കെ പറയുന്നതാണ് രാഷ്ട്രീയം. ഇവിടെ നമുക്ക് ആ ദുരന്തത്തിൽ എങ്ങനെയൊക്കെയാണ് അവരെ സഹായിക്കാൻ പറ്റുന്നതെന്ന് നോക്കണം. അതിന് എന്തൊക്കെ നമ്മളീ പറയുന്നല്ലോ 350 കോടി. ഇപ്പം മറുപടിക്കകത്ത് നിങ്ങൾക്ക് 250 കോടിയുണ്ട്. നിങ്ങൾ എന്താണ് ഇത് 250 കോടി കൊണ്ടായിട്ട് ചെയ്തത്? ഒരു പദ്ധതിയും കൊടുത്തിട്ടില്ലല്ലോ. അല്ലേ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് പറയാം, ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയോ? ഇത്ര കോടിയുടെ പദ്ധതി കൊടുത്തില്ല. കേരളത്തിലെ ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട് അത് കേന്ദ്രത്തിലാതിരിക്കോ ചെയ്യട്ടെ. അല്ലല്ല അതല്ല, ഇങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യം. താങ്കൾ ചോദിച്ചല്ലോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹം പറയട്ടെ മറുപടി. ആര് പറയാം? ഞാൻ പറയുന്നത് കേട്ടിട്ട് പറ. നിങ്ങൾ കിടന്ന് വെള്ളം ചോദിച്ചല്ലോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹം മറുപടി. അദ്ദേഹം ആര്? പി ഗഗാറിൻ അദ്ദേഹത്തിന്റെ പാർട്ടി എനിക്ക് ഉത്തരം നിങ്ങൾ ഒരു മിനിറ്റ് പോലും എനിക്ക് തന്നില്ല സംസാരിക്കാൻ. നിങ്ങൾ ഇതിനിടയ്ക്ക് 10 ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ ഉത്തരം കേട്ടിട്ട് ചോദ്യം ചോദിക്കുന്നത് അല്ല, ചുമ്മാ ബഹളം വെക്കുകയല്ല. നിങ്ങൾ പറയൂ. അല്ലല്ല, അത് വേറെ കാര്യം. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ടെന്നേ. അതാണ് നിങ്ങളുടെ കുഴപ്പം. ഒരു മര്യാദയില്ല, ഒരു ഇതുമില്ല. ചുമ്മാ കടന്ന് BJP-ക്കാരനാമ എന്ന് കുതിര കയറാം. അത് നടക്കില്ല സുഹൃത്തെ. അത് BJP-ക്കാരൻ, അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. എല്ലാവർക്കും അറിയാലോ. താങ്കളുടെ പാർട്ടി എങ്ങനെയാണ് ഈ സ്ഥാനത്ത് നിൽക്കുന്നത്? താങ്കളുടെ പാർട്ടി നേതാക്കളോട് എങ്ങനെയാണ് ചോദ്യം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്? ചോദ്യമൊക്കെ ചോദിക്കുക, അത് ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്കണം. താങ്കൾ പറയൂ. അല്ലല്ല, എനിക്കിപ്പോ നിങ്ങളുടെ പറയണമെന്ന് താല്പര്യമില്ല. എന്ത് ചോദ്യം അറിയണ്ടല്ലോ, നമ്മൾ പറയുന്നത് കേൾക്കാം. ഞാൻ പറയുന്നത് ഇവിടെ സംസ്ഥാന സർക്കാർ എന്ത് പദ്ധതിയാണ് വയനാട് വേണ്ടി ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം. എത്ര കോടിയുടെ പദ്ധതിയാ പറ? 1500 കോടിയുടെ ഏത് പദ്ധതി? 1500 കോടി എന്ന് പറഞ്ഞാൽ എന്താ പദ്ധതി? ഒരു പദ്ധതി പറ.
ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നതല്ലാതെ എന്ത് പ്രോജക്റ്റ് സുഹൃത്തേ? താങ്കൾ എടുക്കുന്ന നിലപാട് വിഷയങ്ങൾ, അതായത് ചില ചോദ്യങ്ങൾ, ചില കള്ളച്ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അതിന് മറുപടി കേൾക്കുക, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുക. ഞാൻ ചോദിച്ചത് താങ്കൾ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. ശ്രീ ഗഗാരൻ താങ്കൾക്ക് പറയാം, താങ്കളോടാണ് ചോദ്യം. ഞാനല്ല മറുപടി പറയേണ്ടത്, ശ്രീ ഗഗാരൻ പറയട്ടെ. ശ്രീ ഗഗാരൻ പറയട്ടെ. ശ്രീ ഗഗാരൻ താങ്കൾക്ക് പറയാം. ശ്രീ ഗഗാരൻ താങ്കൾ പറയാം. ശ്രീ ശ്രീകുമാർ താങ്കൾ നിർത്തൂ, ഗഗാരൻ മറുപടി പറയട്ടെ. സംസ്ഥാന സർക്കാർ ആ ദുരന്തമുണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ദുരന്തബാധിതരുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവരിന്ന് മാറി താമസിക്കുമ്പോൾ വാടക വീടുകളിലാണ് താമസിക്കുന്നത്. അവരുടെ വാടക, ഒരു വീടിന്, ഒരു കുടുംബത്തിന് 6000 രൂപ വെച്ച് വാടക കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആ കുടുംബത്തിന് ഒരു മാസം, ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വെച്ച് 600 രൂപ പ്രകാരം 18000 രൂപ സംസ്ഥാന സർക്കാർ നൽകി. തുടർന്ന് ഡിസാസ്റ്റർ നിയമപ്രകാരം തുടർന്ന് 2 മാസം നൽകാൻ കേന്ദ്രത്തോട് അനുമതി ചോദിച്ചിട്ട് പോലും ആ അനുമതി പോലും ഇതുവരെ കേന്ദ്രം കൊടുത്തിട്ടില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ സ്പെഷ്യൽ ഓർഡർ വഴി അത് കൊടുക്കാനുള്ള സാധ്യത തേടിയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ആളുകൾക്ക് ഈ മാസം 18000 രൂപ, ഒരു കുടുംബത്തിൽ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കാനുള്ള, അതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് കേന്ദ്രം കൊടുക്കാത്തതിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് മറ്റു മാർഗങ്ങൾ ഇപ്പോൾ തേടുകയാണ്. പക്ഷേ ഗവൺമെൻറ് കൊടുക്കാൻ, സംസ്ഥാന ഗവൺമെൻറ് നിയമപ്രകാരം കൊടുക്കാവുന്ന ഒരു മാസം അത് കൊടുത്തു. 10000 രൂപ അടിയന്തര സഹായം നൽകി. പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്ന ആളുകളുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുക ആശുപത്രി വിടുമ്പോൾ തന്നെ അവരവർ കൈമാറി. മരണപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരാൾക്ക് 8 ലക്ഷം രൂപ വെച്ച് സംസ്ഥാന സർക്കാർ നൽകി. അത് നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ 6 ലക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാർ 2 ലക്ഷം അധികമായി പ്രത്യേക തീരുമാനമെടുത്ത് നൽകി. അങ്ങനെ 8 ലക്ഷം രൂപ നൽകി. ഇങ്ങനെ ഒരു ഗവൺമെൻറ് ചെയ്യാൻ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കേരള ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിന് ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം തീരുമാനമെടുത്തു. എന്നാൽ ദേശസാൽകൃത ബാങ്കുകൾക്ക് അവിടെ നിന്ന് വായ്പ എടുത്ത ഏതെങ്കിലും ഒരു ബാങ്കിലെ 1 രൂപ എഴുതി തള്ളുന്നത് സംബന്ധിച്ച് ഇന്നേ വരെ അതിന് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അനുമതി ലഭിക്കണം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്ക് അവിടുത്തെ ഈ അപകടത്തിൽപ്പെട്ടവരും ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ വായ്പ എഴുതി തള്ളാനൊരു തീരുമാനം ഇന്ന് വരെ എടുത്തിട്ടില്ല. എന്നാൽ കേരള ബാങ്ക് ആ തീരുമാനമെടുത്തു, കാർഷിക വികസന ബാങ്ക് ആ തീരുമാനമെടുത്തു. എന്നാൽ ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാമല്ലോ, ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകൾ എഴുതി തള്ളാൻ ചെയ്തിട്ടില്ല. ഈ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ മാത്രമല്ല, വീടുകളിലേക്ക് താമസം മാറി പോകുമ്പോൾ ഗവൺമെൻറ് അവർക്ക് കട്ടിൽ, കിടക്ക, പാത്രങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ ഒക്കെ കൊടുത്തു. ഇപ്പം മേപ്പാടി പഞ്ചായത്ത് റവന്യൂ വകുപ്പ് മുഖാന്തരം കൊടുത്ത ഭക്ഷ്യധാന്യങ്ങൾ ആണ് അവിടെ പുഴുവരിച്ച് ഞങ്ങൾ കൊടുത്തതെന്ന് വാദിച്ചല്ലോ. പരിശോധനയിൽ റവന്യൂ വകുപ്പ് കൊടുത്തിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവരവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മറച്ചു കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, കഴിഞ്ഞ മാസം 1-ാം തീയതി വരെ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടം വഴി ഈ മാറി താമസിച്ച ആളുകൾക്ക് നൽകാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ പോലും അവർക്ക് പട്ടിണി കിടക്കാതിരിക്കാൻ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ, ഏത് തദ്ദേശ സ്ഥാപനത്തിലാണോ ആളുകൾ താമസിക്കുന്നത് ആ സ്ഥാപനങ്ങൾ വഴി അത് നൽകാനുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് പുനരധിവാസത്തിന് മുഴുവൻ ആളുകളെയും ലോകോത്തര നിലവാരത്തിലുള്ള പുനരധിവാസമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അനുസരിച്ച് പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ആ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വീട് നിർമ്മിച്ച് നൽകി അവിടെ പൊതുവായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ടൗൺഷിപ്പ് എന്നതാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട് എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച ആ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാം. അവിടെ അത് അതിവേഗത്തിലാണ് ഗവൺമെൻറ് ആ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി സംസ്ഥാന സർക്കാർ തന്നെ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുന്നതിന് കഴിയണമെങ്കിൽ പണം കൂടുതൽ ആവശ്യമുണ്ട്. ആ പണം കേന്ദ്രത്തോട് ചോദിക്കുന്നത്, കേന്ദ്രം സംസ്ഥാനത്തിന് പണ്ട്
എന്നോ കൊടുത്ത, അപ്പോൾ ഈ ജൂലൈ 30-നാണല്ലോ ദുരന്തം ഉണ്ടായത്. BJP ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്ന സംസ്ഥാനത്തിന് ഡിസാസ്റ്ററിൻ്റെ ഭാഗമായി നൽകുന്ന ഫണ്ട് ഇതിന് വിനിയോഗിക്കാമെന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അങ്ങനെ നിയമാനുസൃതം സ്റ്റേറ്റിന് തരേണ്ട ഫണ്ടിൻ്റെ വിഹിതം പോലും ജൂലൈ മാസത്തിലെ ദുരന്തത്തിന് ഞങ്ങൾ കൊടുത്തു എന്ന് കണക്ക് പറയട്ടെ. അത് കഴിഞ്ഞ മാർച്ചിൽ ഉള്ള ഒരു അലോട്ട്മെൻറ്റ് കൂടി ഈ കണക്കിൽപ്പെടുത്തിയിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ദീർഘദൃഷ്ടിയുള്ളവരാണ്. ജൂലൈയിൽ ദുരന്തം ഉണ്ടാവുന്ന കണക്കാക്കി മാർച്ചിൽ പണം കൊടുത്തു എന്നാണ് ഇവരെ വാദം. അങ്ങനെയാണ് വാദം. ഞാൻ ചോദിക്കുന്നത്, ഈ സംസ്ഥാനം ചോദിക്കുന്നത് ഔദാര്യമല്ലല്ലോ. സംസ്ഥാനം ചോദിക്കുന്നത് ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി വിഹിതത്തിൻ്റെ ഭാഗമായി സ്റ്റേറ്റിന് ഇത്തരം നാനാ മേഖലകളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ ഫെഡറൽ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒരു നാട്ടിൽ ഇന്ത്യയുടെ ഭാഗമാണ് ഒരു സ്റ്റേറ്റ് എന്ന അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന ഏത് പ്രയാസങ്ങളെയും അതിജീവിക്കാൻ അതിനെ സഹായിക്കാനുള്ള ഭരണഘടനാനുസൃതമായ ഉത്തരവാദിത്ത നിർവഹണത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതും ഔദാര്യം വേണ്ട. ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന കാശാണ്. ഇവിടുന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന കാശിൻ്റെ ഞങ്ങളുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം അത് പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേകമായി കൊടുക്കേണ്ട ഫണ്ടുകൾ, അതാണ് ഇത്തരം വലിയ ദുരന്തം. ആ ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്രം കൊടുക്കേണ്ട ഏറ്റവും മാന്യമായ സഹായം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ആവശ്യപ്പെടുമ്പോൾ 100 ന്യായങ്ങൾ പറഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെൻറ് മരണപ്പെട്ടത് BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, ഒരു പാർട്ടിയിലും ഇല്ലാത്തവരുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അവിടെ മരിച്ചവരെ പാർട്ടി നോക്കിയിട്ടല്ലല്ലോ. പക്ഷെ കേരളം BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നതാണ് ഈ ഫണ്ട് കൊടുക്കാതിരിക്കുന്നതിന് കാരണം. ഒരു സീറ്റ് BJP ആകെ ജയിച്ചത് ഒരു സീറ്റാണ് ലോക്സഭയിലേക്ക്. ആ സീറ്റ് തന്നെ ജയിച്ചത് നമുക്കറിയാം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. 84,000 വോട്ട് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ആ മണ്ഡലത്തിൽ കുറഞ്ഞു. ഇടതുപക്ഷ മുന്നണിക്ക് അവിടെ 14,000 വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ വോട്ട് എവിടെയാണോ കുറഞ്ഞത് അവിടെ മാത്രമേ BJP ജയിച്ചിട്ടുള്ളൂ. നേമത്തും പണ്ട് അങ്ങനെയാണ്. 50,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞപ്പോഴാണ് BJP ജയിച്ചത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. BJPക്ക് കേരളത്തിൽ വിജയിച്ചു കയറാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലില്ല. എപ്പോഴെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയം കോൺഗ്രസിന്റെ ഒരു സഹായത്തിന്റെ താങ്കൾ പറഞ്ഞു ഈ വിഷയം, ഈ കോൺഗ്രസ് ഡീല് അത് വലിയ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ്. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ഡീലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രീകുമാർ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഗഗാറിൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ എന്തൊക്കെയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നുള്ള ചോദ്യത്തിന് മറുപടി കൃത്യമായി ഗഗാറിൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉയർന്ന മറ്റൊരു പ്രശ്നം ഗഗാറിൻ ചൂണ്ടിക്കാട്ടിയ വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ഈ ജൂലൈയിലാണ് നമ്മുടെ ഈ ദുരന്തമുണ്ടാകുന്നത്. താങ്കളുടെ പാർട്ടിയും കേന്ദ്ര സർക്കാരും പറഞ്ഞത് 2024 ഏപ്രിൽ തന്നെ ഫണ്ട് അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതായത് ദുരന്തം മുൻകൂട്ടി അറിയാനുള്ള വലിയ പ്രവചനശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സർക്കാരും. ഇവിടെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ തന്ന 392 കോടി അവിടെ കിടക്കുകയാണ്. SDRFിൻ്റെ നോംസ് എന്തൊക്കെയാണ്? മാനദണ്ഡം എന്താണ്? SDRFിൻ്റെ നോംസിൽ ഒരു വീടിന് 1,30,030,000 രൂപയാണ് വീട് നിർമ്മിക്കാൻ കൊടുക്കുക. 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 75,000 രൂപ. കേരളത്തിൽ 1,30,30,000 രൂപയ്ക്കാണോ വീട് നിർമ്മിക്കുന്നത്? ലൈഫ് മിഷനിൽ 4 ലക്ഷം രൂപയാണ് വീട് വയ്ക്കാൻ കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ 72,000 കൊടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതൊക്കെ കൂടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. SDRF മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ പറയുന്ന 392 കോടി രൂപ കൊണ്ട് ഈ വയനാട്ടിൻ്റെ പ്രശ്നമെല്ലാം നിങ്ങൾ പരിഹരിച്ചു തരുമോ ശ്രീകുമാർ? അല്ല, ഇവിടെ ശ്രീ ഗഗാറിൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. കുറേ കാര്യങ്ങൾ ചെയ്ത കാര്യം, ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല. അത് കണക്കാണ്. ഈ കാര്യങ്ങൾ കാര്യമാണ്, പറഞ്ഞോളൂ. അതാ പറഞ്ഞത്, കണക്ക് ചെയ്തു എന്ന് പറഞ്ഞത് സമ്മതിച്ചാലും സമ്മതിക്കൂലേ? ഞാൻ ചോദിക്കുന്നത് എല്ലാം ചോദ്യം ചെയ്യും. ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളാണ്, ചെയ്തില്ലെന്ന് ആരും പറയുന്നില്ല. ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ സംസ്ഥാന സർക്കാരിനുണ്ടല്ലോ. കാരണം ഞാൻ കേന്ദ്രം കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി ഗണിച്ചു കൊടുത്താണല്ലോ. എങ്ങനെയാണല്ലോ ഇവിടെ ദുരിതാശ്വാസ നിധിയിൽ ഈ പൈസയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി പൈസയുണ്ട്, നിങ്ങൾ ചെയ്യാനേ പറഞ്ഞുള്ളൂ. ചെയ്ത കാര്യങ്ങൾ മോശമാണെന്നോ ചെയ്തില്ലെന്നോ ഇവിടെ ആരും പറയുന്നില്ല. ഞാൻ ചോദിച്ചത് 1,500 കോടി രൂപ വേണം. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണ്. ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അതിന് കൂടുതൽ പൈസ വേണം. വസന്ത് വരാം, വസന്തിന്റെ വികാരം മനസ്സിലാവും. വസന്തിലേക്ക് വരാം, അങ്ങോട്ട് വരാം.
ശ്രീകുമാർ പറഞ്ഞു സിജു പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് എന്താ ഈ നോംസ് അനുസരിച്ച് കൊടുക്കുന്ന പൈസ പോരാ, അതിന് സംസ്ഥാനത്തിന് കൂടുതൽ പൈസ വേണം, അതിന് വേണ്ടി കൂടുതൽ പൈസ തരണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ നിങ്ങൾ പദ്ധതിയായിട്ട് വന്നാൽ പൈസയുടെ ഇല്ലായ്മ കൊണ്ട് ഒരു പദ്ധതി നടപ്പാകാതെ വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം മോഡി വയനാട്ടിൽ വന്ന് പറഞ്ഞ കാര്യമല്ല. ഇതിനു മുമ്പ് പല കേന്ദ്രമന്ത്രിമാരും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റോഡ് വികസനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരിയൊക്കെ പലതവണ പറയുകയും അത് അഡ്മിറ്റ് ചെയ്ത ഒരേ ഒരു CPM ന്റെ ഉള്ളൂ ജി സുധാകരൻ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായിട്ട് പോയ പദ്ധതിക്കെല്ലാം പൈസ വന്നിട്ടുണ്ട്. സംസ്ഥാനമാണ് കേരളം. അങ്ങനെ കോടതിയിൽ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടി പൈസ ഇങ്ങോട്ട് തന്നത്. ആ മോദിയുടെ ആളോ ഇനി ചെന്ന് പറയേണ്ടത് വയനാടിന് പൈസ തരണമെന്ന്? ഞാൻ ഈ ജി സുധാകരൻ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം മാത്രമേ അത് അഡ്മിറ്റ് ചെയ്തുള്ളതാണ് പറഞ്ഞേ. ബാക്കി ആരും അങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹം മാത്രം കൃത്യമായിട്ട് പറഞ്ഞു പദ്ധതിക്ക് പൈസ പോയ പദ്ധതിക്ക് എല്ലാം പൈസ കിട്ടിയിട്ടുണ്ട്, നമ്മൾ കൃത്യമായ രീതിയിൽ പദ്ധതി കൊടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടും. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അത് നരേന്ദ്രമോദി വന്ന് അവിടെ ഒന്നുകൂടെ ആവർത്തിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ള പേരിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയും പാഴാകില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞാണ് KV തോമസ് കത്തെഴുതിക്കുന്നത്. അങ്ങനെ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. പിന്നെ എന്തിനാ ഒരു എക്സസൈസ് അതിൻ്റെ പേരിൽ വെറും ആൾക്കാരെ കളിപ്പിക്കാനോ? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് കത്തയക്കുന്നതിന് അദ്ദേഹം എത്രയോ പാർലമെൻറ്റ് അംഗമായിരുന്നു. അദ്ദേഹത്തിന് നല്ല പരിണത പ്രജ്ഞനാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് നടക്കാത്ത കാര്യമാണെന്ന്. ഇതുപോലെ ഓരോ കാര്യത്തിലും നടക്കാത്ത കാര്യം അങ്ങോട്ട് ആവശ്യപ്പെടും. നടന്നില്ലെങ്കിൽ അത് BJPയുടെയും നരേന്ദ്രമോദിയുടെയും തലയിൽ കയറാനുള്ള കുതിര കയറാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കും. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എല്ലാവർക്കും അറിയാം. താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനാണ്. താങ്കൾക്ക് തന്നെ തോന്നുന്നില്ല ഇത് നേരത്തെ എനിക്ക് ഈ സജീവൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ വികാരം അത് കൃത്യമായി മനസ്സിലായി. ഒരു സുഹൃത്ത് പറഞ്ഞു അത് നിസ്സംഗതയാണ്, ചിരിക്കണോ കരയണോ എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം. വയനാട് അങ്ങനെ ഒരു വലിയ ദുരന്തത്തെ കേരളം നിങ്ങൾ മര്യാദയ്ക്ക് പൈസ കൊടുക്കുമെന്നാണ് കേരളക്കാർ പറയുന്നത്. എല്ലാവരും പറഞ്ഞല്ലോ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ദാഹിക്കുന്ന മനുഷ്യന് വെള്ളം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അത്? അല്ല, ഞാൻ വെച്ചാൽ വയനാട്ടിലെ ജനങ്ങളെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ ആൾക്കാരല്ല, എല്ലാവരും ഇല്ലേ? അപ്പം അവരെ സഹായിക്കാൻ ഏതൊക്കെ രീതിയിൽ സഹായിക്കാവോ അതെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകുമാർ, വെറുതെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വസന്ത്, താങ്കൾ നേരത്തെ ചോദ്യം ശ്രീകുമാറിനോട് ചോദിക്കാം. പറയുന്നു ശ്രീകുമാറിനോട് ചോദിക്കാം. വസന്ത്. അല്ല, ശ്രീകുമാർ പറഞ്ഞത് നോക്കൂ, സംസ്ഥാന ഗവൺമെന്റിന്റെ SDRF ഫണ്ടുണ്ട്. ഒരു കാര്യം ശ്രീകുമാർ മനസ്സിലാക്കേണ്ടത്, അത് നിങ്ങളുടെ പിച്ചയല്ല, അതാദ്യം മനസ്സിലാക്കിക്കോളൂ. അത് കേരളമാണെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിലും അത് കേന്ദ്രത്തിന്റെ ഭിക്ഷയല്ല, അത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അതാദ്യം മനസ്സിലാക്കിക്കോ. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് 312 കോടി ഉണ്ടല്ലോ, 250 കോടി ഉണ്ടല്ലോ, നിങ്ങൾ മാസാമാസം റേഷൻ കൊടുക്കുന്നില്ലേ, അത് മതിയല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത്? നരേന്ദ്രമോദിയുടെ നരാധമ കൂട്ടമായി നിങ്ങൾ മാറിയോ? കണ്ണിച്ചോരയില്ലാത്തവന്മാർ, ഇങ്ങനെ ഇത് വൈകാരികമായി പറയാൻ പറ്റൂ. കണ്ണിൽ ചോരയില്ലാത്ത കൂട്ടമായി നിങ്ങൾ മാറി. നരേന്ദ്രമോദിയെ വിട്ടേക്ക്, അമിത്ഷായെ വിട്ടേക്ക്, അവർ രണ്ട് കേരളക്കാരല്ലല്ലോ. ഇവിടെ നിങ്ങളുടെ BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇല്ലേ, അയാൾ നാണവും മാനവുമില്ലാതെ വയനാട് പോയി മത്സരിച്ച ആളല്ലേ? അയാൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 കെട്ടിവെച്ച പൈസ തരാത്തോണ്ടാണോ വയനാടിനോട് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സുരേന്ദ്രന് വയനാട്ടിൽ കെട്ടിവെച്ച പൈസ കൊടുക്കാതെ അവിടുത്തെ ജനത അദ്ദേഹത്തെ ചുരമിറക്കി വിട്ടുകൊണ്ടാണോ ഈ വൈരാഗ്യം നിങ്ങൾ കാണിക്കുന്നത്, ഈ രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നത്? അതിനുകൂടി ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഭിക്ഷയൊന്നും കേരളത്തിന് വേണ്ട സാർ. നിങ്ങൾ BJPക്കാരുടെ ഭിക്ഷയോ, നിങ്ങൾ സംഘപരിവാരത്തിന്റെ നാഗ്പൂർ ആസ്ഥാനത്തു നിന്നോ മാരാർജി ഭവനിൽ നിന്ന് എടുത്തു തരുന്ന ഭിക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നവരല്ല കേരളവും കേരളത്തിലെ മതേതര രാഷ്ട്രീയ സോണിയാഗാന്ധി ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗങ്ങളാണ് ഈ പറയുന്നത്. ഭിക്ഷ ഇവിടെ ആര്, നിങ്ങളിപ്പോൾ പറഞ്ഞ ഭിക്ഷ വേണമെന്നാണ് പറഞ്ഞത്, വേണ്ടെന്നാണ്. ഭിക്ഷയെന്ന് ആര് പറഞ്ഞു?
കേന്ദ്ര ഗവൺമെന്റ് അല്ല, തരുന്ന ഒന്നും ഭിക്ഷയല്ല. ജയിച്ചല്ലോ. അവകാശപ്പെട്ട അല്ല, കാര്യങ്ങൾ കെട്ടിവെച്ച പൈസ ഉണ്ടാക്കാൻ പറ. എന്നുള്ളതാണ്. അല്ലല്ല, ഒരു ഇപ്പോൾ സംസ്ഥാന പ്രശ്നം. പ്രസിഡന്റ് ഭരിക്കുമ്പോൾ അല്ലല്ല, സംസ്ഥാന പ്രസിഡന്റ് കെട്ടിവെച്ച പൈസ ഇല്ലാത്തവരാണോ? സുരേന്ദ്രനൊന്നും അല്ലല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ കെട്ടിവെച്ച പൈസ കിട്ടാത്തവരാണോ? സംസ്ഥാന സർക്കാരിന്റെ പൈസ കിട്ടണമെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് സുരേന്ദ്രൻ വേണേ ഭിക്ഷ മേടിച്ചു തരും. ഇത് ഭിക്ഷയല്ലല്ലോ വേണ്ടി, ഇത് പ്രോപ്പർട്ടി അല്ല ശ്രീ ശ്രീകുമാർ, അങ്ങനെ അല്ല. പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. സുരേന്ദ്രനെ ചെയ്തോളാൻ പറയൂ, ഇനിയും ചെയ്തോളാൻ പറയൂ. ശരി ശ്രീ വസന്ത് ശ്രീകുമാർ നിർത്താം. ശ്രീ ഗഗാരൻ, ഈ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഭിക്ഷയുടെ കാര്യം ശ്രീകുമാർ അല്ല വസന്ത് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നം ഇത് തന്നെയാണ്. രാഷ്ട്രീയം ഈ വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിച്ചതോ ബാക്കി എല്ലാ വിഷയങ്ങളും വിടുക. ഇവിടെ എന്തുകൊണ്ട് മറ്റൊന്ന് 19-ാം തീയതി ഈ വയനാട് എന്ന് പറയുന്ന ജില്ല വലിയ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം, അതിന് ആ സാഹചര്യത്തിലേക്ക് വരുന്നതിന് ഇടയാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ത്? നമുക്കറിയാം, വയനാട് താങ്കൾ നേരത്തെ പറഞ്ഞു വന്നൊരു വിഷയം, വയനാട് വിഷയം അല്ലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുന്ന ഈ വിഷയങ്ങളടക്കം പാലക്കാട്ടുകാർ എന്തായാലും വയനാട്ടിൽ നടന്ന വിഷയങ്ങളടക്കം ചർച്ച ചെയ്യും. വയനാടെന്ന് പറയുന്ന നാടിനോട് ദുരന്തമുഖത്ത് BJP എടുത്ത നിലപാട്, ഇപ്പോൾ ശ്രീകുമാർ വന്നിരുന്നു പറഞ്ഞാൽ മാങ്ങാത്തൊലി പ്രയോഗം, അത് തന്നെ വളരെ ഗൗരവമുള്ള ഒരു പ്രയോഗമാണ്. മാങ്ങാത്തൊലി അല്ല ഇവിടെ വേണ്ടത്, മനുഷ്യത്വമാണെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ കേരളത്തിലുള്ളവർ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീ ഗഗാരൻ, ശ്രീകുമാർ ഇപ്പോഴും പറഞ്ഞത് നിങ്ങളിപ്പോഴും കൃത്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് പണം തരാത്തത്. പണം ഒരു പ്രശ്നമല്ല, പണം ഒരു പ്രശ്നമാണ് എന്ന് തന്നെയല്ലേ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. ഇവിടെ ഇവർ ഭിക്ഷയും ഇതൊന്നുമല്ല, ഇത് ഞങ്ങൾ ചോദിക്കുന്ന കൃത്യ അവകാശമാണ്. വയനാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത് വയനാടിൻ്റെ അവകാശമാണ്. ഞാൻ BJPയുടെ നേതാവിനോട് ഒരു കാര്യം അന്വേഷിക്കാൻ പറയുന്നത് ഞാൻ, അത് അദ്ദേഹം തന്നെ അന്വേഷിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച്. അതെന്താണെന്ന് വെച്ചാൽ, ഈ BJPയുടെ ചൂരൽമലയിലെ നേതാവ് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളെയും കൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPയുടെ നേതാവാണ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനോട് ചൂരൽമലയിലെ BJPക്കാരുടെ അഭിപ്രായം അതിവിടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. BJPക്കാരത് പഠിക്കണം. നിങ്ങൾ അവിടെ മരണപ്പെട്ട BJPക്കാരോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ രീതി അത്. അവിടെ ദുരിതം അനുഭവിക്കുന്ന BJPക്കാരുണ്ട്. ഞങ്ങളവിടെ BJP കോൺഗ്രസ് ലീഗ് നോക്കിയിട്ടല്ല, പക്ഷെ നിങ്ങളെ പഠിക്കേണ്ട ഒരു പാടാത്. BJPയുടെ ചൂരൽമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രഖ്യാപിച്ചത് മോദി എടുത്ത് കളിപ്പിച്ച കുട്ടിയെയും കൂട്ടി ഡൽഹിയിൽ പോയി ഞങ്ങൾ സമരം ചെയ്താൽ പ്രഖ്യാപിച്ചത്. ഇവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. അത് പറഞ്ഞത് CPM അല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല, BJPയുടെ നേതാവാണ് അത് പറഞ്ഞത്. ആ കുട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ മരണപ്പെട്ടു പോയൊരു സഖാവിൻ്റെ കുട്ടിയാണ്. ആ കുട്ടിയെയും കൂട്ടി ഡൽഹിയിൽ പോയി ഈ സമരം ചെയ്ത് പറഞ്ഞത് ഇവിടുത്തെ BJPയുടെ ഒരു നേതാവാണ്. അതാണ് അത്ര ഗുരുതരമാണ് പ്രശ്നം. അത് മനസ്സിലാക്കാതെ കേവലം കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ പ്രശ്നത്തെ കണ്ടിട്ട് കാര്യമില്ല. മോദിയോട് ദയവ് ചെയ്ത് BJPയുടെ നേതാക്കന്മാരോട് പറയാനുള്ളത്, ഞങ്ങളോട് നിങ്ങൾ തർക്കിച്ചോ, പക്ഷെ നിങ്ങൾ മോദിയോട് പറയണം, ഇത് മനുഷ്യത്വമില്ലാത്ത ഏറ്റവും കാടത്തെന്ന് പറയാൻ പറ്റില്ല, കാരണം കാട്ടുമൃഗങ്ങൾ പോലും ലജ്ജിച്ചു. കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ ചെയ്യൂല, കാട്ടുമൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യൂല. അപ്പോൾ കാടൻ ഭക്തം പോലും എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റാത്ത മനുഷ്യത്വരഹിതമായ ഇടപെടലാണ് കേന്ദ്ര ഗവൺമെൻറ് ചൂരൽമല വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന ഗവൺമെൻറ്റിന് ഇവിടെ CMDRFിലേക്ക് ഫണ്ട് സ്വരൂപിക്കാൻ സാലറി ചാലഞ്ച് 5 ദിവസം ശമ്പളം കൊടുക്കാൻ പറഞ്ഞല്ലോ. കേരളത്തിലെ BJPയുടെ യൂണിയൻ ഉണ്ടല്ലോ, BJP നിയന്ത്രിക്കുന്ന യൂണിയൻ ഉണ്ട്, കോൺഗ്രസ് നിയന്ത്രിക്കുന്ന യൂണിയൻ ഉണ്ട്, UDFിലെ വിവിധ പാർട്ടികൾ നിയന്ത്രിക്കുന്ന യൂണിയൻ ഉണ്ട്, സർക്കാർ ജീവനക്കാർ. എത്ര സംഘടനകൾ മുഖ്യമന്ത്രിയുടെ സാലറി ചാലഞ്ചിലേക്ക് 5 ദിവസത്തെ വേതനം കൊടുക്കാൻ തയ്യാറായി? അത് കൊടുക്കരുത് എന്ന് വാശി പിടിച്ചവർ ചൂരൽമലക്കാർക്ക് വേണ്ടി വാദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കേരളത്തിലെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര ഗവൺമെൻറ് പണം തന്നില്ലെങ്കിലും ഈ കാര്യങ്ങൾ നടത്തണമല്ലോ. അതിനല്ലേ ഗവൺമെൻറ്
ഒരു ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് ശേഖരിച്ച് ജനങ്ങൾക്കിത് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വിജയിപ്പിച്ചാൽ ചൂരൽമലക്കാർക്ക് പിന്തുണ കിട്ടുമല്ലോ, സഹായം കിട്ടുമല്ലോ. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് എത്ര പേർ, നിങ്ങളുടെയൊക്കെ വിവിധ സംഘടനകളിലുള്ള എത്ര നമ്മുടെ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം മേടിക്കുന്നവർ തന്നെയല്ലേ. അവർ സേവനം ചെയ്യുന്നതിനാണ് ശമ്പളം, അത് രാജ്യത്തെ നിയമപ്രകാരമാണ്. പക്ഷെ അങ്ങനെ ശമ്പളം വാങ്ങുന്ന ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന് ഒരു 5 ദിവസത്തെ വേതനം നൽകണം എന്നാവശ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ ഒരുപാട് ജീവനക്കാർ നൽകിയല്ലോ. എന്നാൽ ഒരു പൈസ പോലും നൽകരുത് എന്ന് ആഹ്വാനം ചെയ്ത സംഘടനകളെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണ് ചൂരൽമലക്കാർക്ക് വേണ്ടി വാദിക്കുന്നത്. എന്നിട്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നത്. നിങ്ങളുടെ ആളുകൾ എത്ര പേര് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ? ശരി ഗഗാരൻ, ശ്രീകുമാറിനാണ് 2 ചോദ്യമാണ്. ഗഗാരൻ പറഞ്ഞ 2 ചോദ്യങ്ങളിൽ ഒന്ന്, എത്ര പേർ പൈസ നൽകി എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഈ ഗഗാരൻ പറഞ്ഞതിൽ വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. താങ്കൾ തന്നെ, ശ്രീകുമാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മരിച്ചവരിൽ വയനാട്ടിൽ ചൂരൽമലയിൽ മരിച്ചവരിൽ BJP-കാരുണ്ട്, BMS-കാരുണ്ട്. ന്യായമായ ചോദ്യം. താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾക്ക്, സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞുകൂടെ, ആ മരിച്ചവരിൽ BJP-കാരുണ്ട്, BMS-കാർക്കുണ്ട്, അവർക്കെങ്കിലും പൈസ കൊടുത്തിടും. മറ്റുള്ളവർ CPM-കാരുണ്ടാകും, കോൺഗ്രസ്സുകാരുണ്ടാകും, ലീഗുകാരുണ്ടാകും. BJP-കാർക്കെങ്കിലും മിനിമം പൈസ കൊടുക്കണ്ടേ? അത് നിങ്ങളുടെ ചോദ്യകർത്താവിൻ്റെ ഒരു അല്പത്താണ്. അവിടെ BJP-കാർക്ക് മാത്രം കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുന്ന സംവിധാനം കേരള സർക്കാരിനും ഇല്ല, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനൊന്നും പറ്റില്ല. രാഷ്ട്രീയ പാർട്ടി സുരേന്ദ്രനോ അവിടുത്തെ പ്രാദേശിക നേതാവ് എടുത്ത് കൊടുക്കുന്നില്ല. അദ്ദേഹം CPM-ൻ്റെ നേതാവ് പറഞ്ഞാണ് കാര്യം. അവിടെ BJP പോലും അവിടെ കിട്ടുന്നില്ല നമ്മൾ സമരം. അപ്പം പിന്നെ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേര് BJP-യെ കുറ്റപ്പെടുത്തുന്നത്. അതാണ് BJP നേതാവിന് എങ്ങനെ സമര രംഗത്തേക്ക് വരേണ്ടി വന്നു. BJP നേതാവാണ് പറഞ്ഞത്, മോദി കാണിച്ച ഞാനതാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. അവിടുത്തെ പ്രാദേശിക BJP ഘടകം അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, നരേന്ദ്രമോദിയുടെ അങ്ങോട്ട് പോയി സമരം ചെയ്യുന്നു വരെ പറയാനുള്ള ധൈര്യം കാണിക്കുന്നു. അന്ന് പിന്നെ നിങ്ങൾ ഈ BJP-യെ കുറ്റം പറയുന്നത് അതല്ല. താങ്കൾക്ക് ഇവിടെ BJP അല്ലല്ലോ, BJP അല്ല ഇവിടെ. അത് ധൈര്യമല്ല, അത് ധൈര്യമല്ല, അല്ല ധൈര്യമല്ല, എന്തേലും ആയിക്കോട്ടെ, അതിനെന്ത് സമരം ചെയ്തല്ലോ, അത് താങ്കൾ തന്നെ പറഞ്ഞതാണ്. അവിടെ BJP-യുടെ അവിടുത്തെ ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് അവിടെ ദുരിതം കിട്ടുന്നു, അതിന്റെ ദുരിതമാണ്. അത് ഓവർകം ചെയ്യാൻ വേണ്ടി വന്നാൽ ഡൽഹി പോയി സമരം ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ BJP-യുടെ നേതാക്കന്മാരെന്ന് തന്നെ അദ്ദേഹം പറയുന്നത് ഒരു നിസ്സംഗതയാണ്. പൈസ അങ്ങനെ കിട്ടുന്നില്ലെങ്കിലുള്ള കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. പിന്നെ പൈസ ആൾക്കാരൊന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിന് ആർക്കും വിശ്വാസമില്ല. കൊടുത്ത പൈസയൊക്കെ വേറെ വഴി കട്ടുമുടിക്കുന്നു. നമുക്കറിയാലോ, ഇത് ദുരിതാശ്വാസത്തിന്റെ പേരിൽ DYFI-ക്കാർ നടത്തിയ പൈസ വരെ പൂട്ടടിച്ചെന്നാ പറയുന്നത്. അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കുന്നവര് കൊടുക്കാതിരിക്കേണ്ട കാരണമുണ്ട്. അത് വയനാടുകാരോട് വിഷമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഈ ആൾക്കാർക്ക് കൊടുത്താൽ നിരുത്തരമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ DYFI-ക്കാർ ചോദ്യം ചെയ്തിരിക്കും. ശ്രീ സജീവൻ, അല്പം മുമ്പ് ഈ ഇടവേളയ്ക്ക് മുമ്പ് ശ്രീകുമാർ പറഞ്ഞു നിർത്തിയത് വളരെ വൈകാരികമായി അദ്ദേഹം പറഞ്ഞു. അതായത് അങ്ങനെ തോന്നുംപടി എടുത്ത് പണം കൊടുക്കാൻ പിണറായി സർക്കാരിന് വിശ്വാസമില്ല, അതുകൊണ്ട് പണം കൊടുക്കുന്നില്ല എന്ന്. ആദ്യം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പാക്കേജ് കൊടുത്തില്ല, മാനദണ്ഡം കൊടുത്തു. BJP-ക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടത്. പിണറായി സർക്കാരിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പണം കൊടുക്കുന്നു. ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ശ്രീ സജീവൻ. വലിയ 500 പേര് മരിച്ചു, വലിയ തരത്തിലുള്ള ബാധ്യത അദ്ദേഹം പറഞ്ഞ പോലെ BJP-ക്കാരടക്കം BMS-കാരടക്കം ഉണ്ട്. അവിടെ പറയുകയാണ് പിണറായി സർക്കാരിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പണം കൊടുക്കുന്നില്ല എന്ന്. സജീവൻ അല്ല, ഇവിടെ ശ്രീകുമാർ വളരെ കൃത്യമായി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതിലേക്ക് വരുന്നതിന് മുമ്പേ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സംഭവത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. 2015 ആക്ടിനെ കുറിച്ച് എന്തോ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ കുറിച്ചാണ്. അത് 2005-ലാണ്. അതിലൊരു സംശയമില്ലല്ലോ. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അത് കേന്ദ്രമന്ത്രി പറഞ്ഞ ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള സാങ്കേതികമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകണമല്ലോ. ഇപ്പം പിണറായി സർക്കാരിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ജനം പൈസ കൊടുക്കാത്തതെന്ന് പറയുന്നത്. അപ്പൊ ഒരു സർക്കാരിന് വിശ്വാസത്തിലെടുക്കണമെങ്കിൽ ഇവിടെ നടത്തുന്ന കാര്യങ്ങളൊക്കെ പിന്നെ മറ്റെന്ത് കാര്യമാണ്? വേറൊരു കാര്യമുള്ളത്,
അദ്ദേഹം പറഞ്ഞത് കണക്ക് കൃത്യമായി കൊടുത്താൽ മാത്രമേ കാശ് കിട്ടുമെന്നുള്ളത്. ആന്ധ്രയിൽ കൊടുത്തതും ത്രിപുരയിൽ കൊടുത്തതും കണക്ക് കൊടുത്തിട്ടാണ്. അവിടെ ദുരന്തം ഉണ്ടായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ കാശോട് കൊടുത്തല്ലോ, പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അത് കണക്ക് കൊടുത്തിട്ടാണ്. അപ്പൊ അതല്ലാന്നുണ്ട്. വേറൊരു കാര്യം, വളരെ അവസാനത്തെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയ കാര്യം, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഗഗാറിൻ പറഞ്ഞനുസരിച്ചാണ്. കാരണം ഗഗാറിൻ പറഞ്ഞല്ലോ, അവിടെ BJPയുടെ ആളുകൾ പോലും അവിടെയുള്ള കുട്ടിയെ, അത് പ്രധാനമന്ത്രി താലോലിച്ച് കാണിച്ച ആ ഫോട്ടോ എടുത്ത ആ കുട്ടിയെയും കൊണ്ട് ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തുന്ന പ്രഖ്യാപിച്ചു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അത് തന്നെ BJPക്കാർ ഇതിന് തയ്യാറാവുന്നു എന്നുള്ളതിന്റെ അർത്ഥം തന്നെ BJPക്കാർക്ക് ഇതിനോട് എതിർപ്പില്ല എന്നുള്ളതാണ്. ശരിയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങളെ, ചൂരൽമലയിലെ ജനങ്ങളെ, മുണ്ടക്കൈയിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അവിടെ BJPക്കാർക്ക് പോലെ ആ വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വളരെ കൃത്യമാണ്, കേന്ദ്ര സർക്കാർ പണം കൊടുക്കാത്തതിൽ BJPയുടെ ആളുകൾക്ക് പോലും എതിർപ്പുണ്ട്. പക്ഷേ കേന്ദ്രം കാശ് കൊടുക്കില്ല. അതൊരു തരത്തിലും ഒരു വിശ്വാസവഞ്ചനയുടെ കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി ശ്രീ സജീവൻ, ഏതായാലും സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കേണ്ടി വരികയാണ്. പക്ഷേ ഗഗാറിൻ, ഈ ശ്രീകുമാർ ആദ്യം ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, ഇന്ന് ആലപ്പുഴയിൽ പ്രസംഗിച്ച വാക്കുകൾ നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇനി കേന്ദ്രം സഹായം തന്നില്ലെങ്കിൽ പോലും വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുനരധിവാസവുമായി കേരളം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ BJP, ശ്രീകുമാർ അടക്കമുള്ളവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളങ്ങ് ചെയ്യും. അതും അവരൊരു തൊക്കാക്കി എടുക്കുകയാണ്. കാരണം ഇനി ഞങ്ങൾ പൈസ തരുന്നില്ല, നിങ്ങൾ അങ്ങ് നടത്തിക്കൊള്ളൂ എന്നാണ്. ശ്രീ ഗഗാറിൻ, നിങ്ങൾ നടത്തുമോ? ഒരു സംശയം വേണ്ട. BJP എന്ത് നില സ്വീകരിച്ച് ഇതിനെ എതിർക്കാൻ ശ്രമിച്ചാലും ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം, അവർക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചെയ്യുന്നില്ലൊരു സംശയം വേണ്ട. BJP ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ നോംസും റൂളൊക്കെ പറയുന്നുണ്ടല്ലോ, ആ കാശ്മീരിൻ്റെ പ്രത്യേക പദവി നിങ്ങൾക്ക് എടുത്തു കളയാൻ കീശയിൽ ഒരു കടലാസ് എടുത്തിട്ടാണ് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ആ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. ഇവിടെ 44 തൊഴിൽ നിയമങ്ങൾ നിങ്ങൾ മാറ്റി, എന്നിട്ട് 4 കോഡുകളാക്കി. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ രാജ്യത്തിലൊരു ദുരന്തമുണ്ടായാൽ അതിലെ മനുഷ്യനെ സഹായിക്കാൻ ഒരു നോംസോ ചട്ടോ മാറ്റണമെങ്കിൽ ഒരൊറ്റ മന്ത്രിസഭാ യോഗം കൂടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ നിങ്ങൾ 2005 ഡിസാസ്റ്റർ ആക്ടിൻ്റെ കാര്യവും പറഞ്ഞ് ഇത്രയും ദുരിതം പേറുന്ന മനുഷ്യരെ സഹായിക്കാത്തതിനുള്ള ന്യായം ഈ പറയുന്ന റൂളും അതുപോലെ തന്നെ നോംസും ആണ് എന്ന് പറഞ്ഞ് വാദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ തികഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പകയോടുകൂടി ഒരു സംസ്ഥാനത്തെ നോക്കിക്കാണുന്നതിൻ്റെ, അവിടുത്തെ ജനങ്ങൾ എത്ര ദുരിതമനുഭവിച്ചാലും ഞങ്ങൾക്കൊരു വേദനയുമില്ല എന്ന് ഉള്ള മനോഭാവത്തിൻ്റെ തികഞ്ഞ ലക്ഷണമാണ് ഇന്ന് മോദി സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്നത്. ശരി ശ്രീ ഗഗാറിൻ, താങ്കൾ പറഞ്ഞതടക്കം മനസ്സിലാകുന്നത്. കാരണം കേരളമടക്കം ഇന്ന് ഈ വിഷയം, ഈ പ്രശ്നം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഇങ്ങനെ മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്ര പകയോടുകൂടി കേന്ദ്ര സർക്കാർ പെരുമാറരുത്. മരണമുഖം കണ്ട, കേരളം കണ്ട, രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം, അതിനോടൊരു കേന്ദ്ര സർക്കാർ ഇങ്ങനെയല്ല പെരുമാറേണ്ടുള്ളത്. കൃത്യമായ സഹായം വേണം. അത് ഔദാര്യമല്ല, കേരളത്തിൻ്റെ അവകാശമാണ്. കേരളം നൽകിയ നികുതിയുടെ വിഹിതമടക്കം കൃത്യമായി തരണം. അതുതന്നെയാണ് കേരളം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞാൽ, ആരും സഹായിച്ചില്ലെങ്കിലും കേരളം വയനാടിനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.